ഹായ്, വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. നമുക്ക് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ബ്രെഡ് ഓംലെറ്റ്. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗ് ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാം ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ. ഇനി ഞാൻ ഇതിലോട്ട് എടുത്തിരിക്കുന്നത് സവാളയാണ്. 2 സവാള ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ അരിഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് തിരുമ്പിയിട്ട് നമുക്ക് ഈ സവാള കുറച്ച് നേരം വയ്ക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ എഗ്ഗിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, എഗ്ഗിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അത് ഈ എഗ്ഗിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു 5 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് വാടി കിട്ടും. അതും കൂടെ എഗ്ഗിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മുടെ ദോശച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പാത്രത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ബട്ടർ ആക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം. ഇനി വേഗം തന്നെ 2 ബ്രെഡ് എടുത്തിട്ട് ആ എഗ്ഗിലോട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അത് രണ്ടും കൂടെ ഒട്ടി പിടിച്ചോളും. ഇനി ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് ബട്ടർ കുറച്ച് ഈ ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണം ഇത് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. ആ ചെറിയ ചൂടിൽ അത് മെൽറ്റായി അതിൽ അലിഞ്ഞോളും. കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ടോ അതിങ്ങനെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് രണ്ടും കൂടെ എടുത്തിട്ട് പെട്ടെന്ന് മറിച്ചിടാം. ഒരെണ്ണം തന്നെയായിട്ട് എടുത്താൽ പൊട്ടിപ്പോവും. അപ്പോൾ 2 ബ്രെഡിൻ്റെയും അടിയിൽ സ്പൂണ് വരണ പോലെ എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എഗ്ഗൊക്കെ ഇങ്ങനെ മടക്കി വെച്ച ശേഷം ഇതേപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ബട്ടർ തേച്ച ഭാഗം നല്ലപോലെ മൊരിഞ്ഞിട്ടും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.